നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാമോ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇങ്ക് സ്പ്ലാറ്റർ എഫക്ട്സുകൾ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ കൈൻമാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ആയി വരുമ്പോഴേക്കും ഇതിന് എന്താണ് വേണ്ടത് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ക് സ്പ്ലാറ്റർ ഗ്രീൻ സ്ക്രീൻ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. കൈൻമാസ്റ്റർ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് മെയിൻ ലെയറിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കളറോ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു കളർ പാലറ്റ് എടുത്ത് അതിന് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്ത് ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇടുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിടാം. കുറച്ച് 1 മിനിറ്റോളം സ്ട്രെച്ച് ആവാം. ജസ്റ്റ് നമുക്കിങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ അത് സ്ട്രെച്ച് ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇങ്ക് സ്പ്ലാറ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. ഇങ്ക് സ്പ്ലാറ്റർ എന്ന വീഡിയോ നമ്മൾ എവിടെ നിന്നാണോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ആ ഫോൾഡറിൽ പോയിട്ട് ലെയർ എന്ന് കൊടുത്തിട്ട് മീഡിയ ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ആ വീഡിയോ നമ്മൾ ചൂസ് ചെയ്തത് കൺവേർട്ട് ഞാൻ ഈ ഇങ്ക് സ്പ്ലാറ്റർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ആദ്യം തന്നെ ഇത് ലോഗോയാണ്. നമുക്ക് അതിൻ്റെ ഒന്നും വേണ്ട. പക്ഷേ ആ ലോഗോ കഴിയണ വരുന്ന ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെയാണ് ആ ലോഗോ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് സിസർ ബട്ടൺ കൊടുത്ത് ട്രിം ഓർ സ്പ്ലിറ്റ് എന്നിട്ട് ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് കൊടുത്ത് അത് ആ പോർഷൻ കട്ട് ചെയ്യുക. ഇത് നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ കാണാം ഈ സ്ക്രീൻ. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ മാറ്റിയിട്ട് നമ്മളെ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രീൻ ഇങ്ങനെ ഇങ്ക് സ്പ്ലാറ്ററായി വരുന്ന കണ്ടിട്ട് അതിനുള്ളിൽ നമ്മുടെ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ഈ ഗ്രീൻ സ്ക്രീൻ എന്ന ലെയർ ക്ലിക്ക് ചെയ്ത് ആദ്യം തന്നെ ഇത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഈ 3 ഓപ്ഷൻസിൽ നിന്ന് നടുവിലത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഈ സ്ക്രീൻ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഇപ്പോൾ ഫുൾ സ്ക്രീനായിട്ട് അവിടെ നമുക്ക് കാണാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അത് ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ടാവും. ആ വീഡിയോ നമ്മൾ ഫുൾ സ്ക്രീനായി കാണാം. ഇനിയിപ്പോൾ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ മാറ്റാണെങ്കിൽ ക്രോമ കീ എന്ന ഓപ്ഷൻ കൈൻമാസ്റ്ററിലും ഇപ്പോൾ വേറെ സോഫ്റ്റ്വെയറിലായാലും നിങ്ങൾക്കത് കാണാം. അപ്പോൾ ക്രോമ കീ ഇനേബിൾ കൊടുക്കുക. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ കേട്ടോ ആ ഗ്രീനിന് പോയി ഇതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റായി ഇത് നോക്കാം. അഡ്ജസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ അനുസരിച്ചിരിക്കും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോസ് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ലെയർ എടുത്തിട്ട് ഒരു ഫോട്ടോസ് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നോക്കേണ്ടത് ഇത് എവിടെ നിന്നാണോ തുടങ്ങണേ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നോക്കാം. ഈ ഇങ്ക് എവിടെ നിന്നാണോ സ്പ്ലാറ്ററായി തുടങ്ങണേ അവിടെ കൊണ്ട് ഫോട്ടോസ് ആഡ് ചെയ്യുക. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ ലെയർ എടുത്തു, മീഡിയ എടുത്തു. ഇത് നമ്മൾ ഉദ്ദേശിച്ച ഫോട്ടോ ഞാൻ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോയാണ് ഇടുന്നത്. ഒരു ഫോട്ടോ എടുത്തിട്ടു. ഇനി നമ്മൾക്ക് നോക്കുമ്പോൾ കാണാം ഇത് മുകളിലാണ് വന്നേക്കുന്നത്. നമ്മൾ ഇങ്ക് സ്പ്ലാറ്ററിൻ്റെ മുകളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴേക്കാണ് നമ്മൾ ഈ ഇങ്ക് സ്പ്ലാറ്റർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഫോട്ടോ വരേണ്ടത്. അതിന് വേണ്ടി നിങ്ങൾ ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് എന്ന ഓപ്ഷൻ കാണാം. കണ്ട ആ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലായി കിട്ടി ഈ ഫോട്ടോ. കണ്ടില്ലേ? നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇത് എവിടെയാണ് ഇങ്ക് സ്പ്ലാറ്റർ ഫുള്ളായി കഴിയണേ കണ്ടോ? ഇവിടെ നിന്നാണ് കഴിഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെച്ച് കുറച്ചുകൂടി നമുക്ക് ജസ്റ്റ് സൂം ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നോക്കി ഇത് എവിടെയാണ് അവസ്ഥ നമുക്കിതിൻ്റെ വാച്ച് ചെയ്ത് നോക്കാം. ഈ ഫോട്ടോ അല്ല നമുക്ക് കണ്ടില്ലേ ഇപ്പോൾ ഇങ്ക് സ്പ്ലാറ്ററായി വന്നിട്ട് ആ ഫോട്ടോ നമുക്കിന്ന് കാണാൻ പറ്റും. ഇത് കഴിയണ വരെ ഇത് ജസ്റ്റ് അവിടെ വരെ ഇടാം. എന്നിട്ട് ഇത് കഴിയണോടത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റാതെ ഇത് ഇവിടെ നിന്ന് വന്നു. ഇത് വേറെ പോയി. ഈ വിൻഡോ താഴേക്ക് പോണു. ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ തുടങ്ങി. അപ്പം അതിന് മുമ്പ് ഇതായിട്ട് കട്ട് ചെയ്യണം ഈ ഫോട്ടോ. ഇവിടെ എത്തുമ്പോൾ തുടങ്ങാണ്ട് തൊട്ട് മുമ്പ് പക്ഷേ ഇത് കട്ട് ചെയ്യുക. ട്രിം ആൻഡ് സ്പ്ലിറ്റ് ഓപ്ഷൻ കട്ട് ചെയ്യുക. ഇനി നിങ്ങൾ നോക്കിയാൽ ചെയ്യണ്ട കറക്റ്റ് വന്നു. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത ഫോട്ടോസ് വരണം. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇവിടെ തന്നെ ചെയ്തിട്ട്
ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നുണ്ട് കേട്ടോ. കാരണം ഈ ഫോട്ടോ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഈ അടിയിലേക്ക് പോകുന്ന ഒരു വിൻഡോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, പെട്ടെന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു വൈറ്റ് സ്ക്രീൻ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൈറ്റ് സ്ക്രീനാണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ഔട്ട് ആനിമേഷൻ എടുത്തിട്ട് ഫെയ്ഡ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫെയ്ഡായി മാത്രം ഒരു ഏത് എഫക്റ്റ് കിട്ടും, പെട്ടെന്ന് പോകുന്ന ഒരു എഫക്റ്റ് പോകും. ജസ്റ്റ് നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. നമുക്കിത് ടൈം കൂട്ടിയിട്ടാൽ അത് കുറച്ചുകൂടി കറക്റ്റായി കിട്ടും. 1.5 2 സെക്കൻഡ്സ് കിട്ടും. പ്ലേ ചെയ്ത് നോക്കി നമുക്ക് കാണാം. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ പോയി കണ്ടു. അപ്പോൾ നമുക്ക് തോന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 2 ഒന്നും ഇടുന്നില്ല, ഒരു 1.5 ആണ് ഇടുന്നത്. 1.5 വരുമ്പോൾ ഇപ്പോൾ ഇത് അവസാനിക്കുന്നു, മറ്റേത് തുടങ്ങുന്നു. ഈ അടുത്ത വിൻഡോയിലത്തെ തുടങ്ങുമ്പോൾ കറക്റ്റ് അവിടെ വെച്ച് ലെയർ എടുത്ത് മീഡിയ എടുത്ത് നമ്മൾ അടുത്ത ഫോട്ടോ ഏതാണോ വേണ്ടത് ആ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. എന്നുവെച്ചാൽ ഈ ഫോട്ടോ ഇടണമെങ്കിൽ ഈ ഫോട്ടോ എന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് സെൻഡ് ബാക്ക്വേർഡ് അടിക്കാൻ ഒരിക്കലും മാർക്ക് കേട്ടോ. സെൻഡ് ബാക്ക്വേർഡ് എടുത്ത് ഇത് ഫുള്ളായി വരുമ്പോഴാണ് നമ്മൾ സൂം ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണ് വരുന്നത്. ഞാനിവിടെ വെച്ചു, ഇത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ വെച്ച് ഈ ഫോട്ടോ നമുക്കിവിടെ നോക്കാം. അല്ല, ഈ ഫോട്ടോ ഇതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ച് മിസ്സിങ് ഉണ്ട്. അത് നിങ്ങൾ ഫോട്ടോസ് അനുസരിച്ചിരിക്കും അതെങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത്. ഇത് അതേപോലെ തന്നെ നേരത്തെ ഫോട്ടോസ് ചെയ്ത പോലെ തന്നെ സെയിം രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാറ്. നിങ്ങളിതിപ്പോൾ ഇതിങ്ങോട്ട് വലിച്ചു, ഇതിപ്പോൾ അടുത്ത സ്ക്രീനായി. ഇത് സ്ക്രീൻ മുകളിലോട്ടാണ് പോകണത്. മുകളിലോട്ട് പോയി ഇവിടെ വെച്ച് കുറച്ച് നീട്ടാം. ഇവിടെ വെച്ച് നമുക്ക് അടുത്ത സ്ക്രീൻ കാണുന്നു. ഇവിടെ വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. ജസ്റ്റ് കട്ട് എടുക്കുക, ഇതെടുക്കുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, തേക്കണ്ട മുകളിൽ ആ ഫോട്ടോ പോകുമ്പോൾ അവിടെ പെട്ടെന്നൊരു വൈറ്റ് സ്ക്രീനായിട്ട് വരും. പ്ലേ ചെയ്ത് നോക്കിയാണ് പെട്ടെന്ന് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇതിപ്പോൾ മുകളിലോട്ട് പോകണ കാരണമായാലും നിങ്ങൾ ഔട്ട് ആനിമേഷൻ എടുത്തിട്ട് സ്ലൈഡ് അപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുത്ത് ഇങ്ങനെ ആയി പോകും. അപ്പോൾ അത് ആ ഒരു ഫീല് കിട്ടും നമുക്ക്. ജസ്റ്റ് നോക്കി 1 സെക്കൻഡ് ഇടണ്ട, 2 സെക്കൻഡ് ഇടണ്ട, ഒരു 0.5 ഇടാം. അതെടുത്ത് കണ്ട അത് പോയി. ഇപ്പോൾ അടുത്തത് തുടങ്ങി. ഇപ്പോൾ അടുത്തത് തുടങ്ങാൻ ജസ്റ്റ് മുമ്പായിട്ട് നിങ്ങളിപ്പോൾ അടുത്തൊരു ലെയർ മീഡിയ എടുത്തു, ഇമേജസ് എടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജസ് ആഡ് ചെയ്തു. ഈ ഡോട്ട് അമർത്തി സെൻഡ് ടു ബാക്ക് എന്ന ഓപ്ഷൻ അമർത്തി. ഇപ്പോൾ അടുത്ത ഓപ്ഷൻ വരുമ്പോൾ ഇതൊന്ന് ഫുള്ളായി വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് ഫുൾ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെച്ചു, ഇതൊന്ന് കൊടുത്തു. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അടുത്തത് ഇതേപോലെ തന്നെ വന്നു. ഇതേപോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റോ അതല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.